സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എനിക്ക് ഇതിന്റെ ഒരു അടിവര ഇടണം. ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നു. എന്തുവാ അത്? കൊള്ളാമല്ലോ. പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി ഈ കോച്ചിങ് ക്യാമ്പ്? എടാ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. ഫ്ലാഷ് ബാക്ക്. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോണത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതിൽ എന്റെ ഒരു സംഭവമല്ല. ഓക്കെ. The next day. ഇനി കാണപ്പോവത് നിജം. ഫ്ലാഷ് ബാക്കിന് ഫ്ലാഷ് ബാക്കോ? ഉമ്മ 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 അങ്ങോട്ട്, ഉമ്മ 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 ഇങ്ങോട്ട്. എന്തോന്നടേ ഇത്? ക്ലൈമാക്സ് ആച്ചാ ഇല്ലല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില് അല്ല, ഞാനിതെങ്ങനെ പറയും? ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പറഞ്ഞിട്ട് വരും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? ഈ തോന്നിയത്തിന് മാത്രം ഒരു കുറവുമില്ല. എന്താ പറഞ്ഞ? ഇതൊരു സ്വപ്നമാണോ എന്ന്. ഈ സമാഗമം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണം, അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോണം. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരും. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഒക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം, ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ. പക്ഷെ എത്ര നാള് നീ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞു? എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? എന്ത് സത്യത്തെ ഞാൻ കള്ളമാക്കി പറയണേ? ഞാൻ പറയാം. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിന് കിട്ടി. ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞുടാ? ജിയ ജല്ലേ ജാ ജല്ലേ മൂഞ്ചല്ലേ മൂഞ്ചിച്ചല്ലേ ജിയ ജല്ലേ. സോറി എടാ, ഒരറ്റംപ്റ്റ് ചീറ്റ് എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിന് കിട്ടി. അയ്യോ കൊച്ചു, കാര്യം എന്താന്ന് വെച്ചാ എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. What was that damn climax? ബാത്റൂമിൽ ഒരു ലെറ്റർ എഴുതി വെച്ച്, ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു: ജാസ്മിൻ ഗബ്രി സൂക്ഷിക്കണം, നിങ്ങളുടെ ട്രാക്ക് ക്ലിയർ അല്ല. തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. സത്യശീലാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. എടാ മോനെ,